ഇന്ന് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. സാധാരണ മീൻ വറുക്കുന്നതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വ്യത്യസ്തമായ രുചികളിൽ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഒരു രസമല്ലേ? ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കണമ്പ് എന്ന മീനാണ്. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഫിഷ് ഫ്രൈ തന്നെയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും. ഇതൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഒരല്പം ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി. സാധാരണ ഫിഷ് ഫ്രൈയിൽ നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കാറില്ല. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ല ഒരു ക്രിസ്പി ടെക്സ്ചർ തരുന്നത്. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തോളൂ. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി. ഒരല്പം ഉപ്പ് 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഈ വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പോരാത്ത വെള്ളം ഒഴിച്ച് നമുക്കൊരു കുഴമ്പ് പാകത്തിന് എടുക്കണം. അതാണ് നമ്മുടെ ഫിഷ് മസാല. അതിലേക്കാണ് നമ്മുടെ മീൻ കഷ്ണങ്ങളിട്ട് പുരട്ടാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും. മസാല മിക്സ് ചെയ്ത ശേഷം ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് 4 മീനാണ്. കണമ്പ് എന്ന മീനാണ്. ക്ലീൻ ചെയ്ത് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസസ് ഒന്നും ആക്കുന്നില്ല. നല്ല പോലെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ രീതിയിൽ ഫ്രൈ ചെയ്യാൻ കുറച്ച് ചെറിയ മീനുകളായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതായതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ചാള അല്ലെങ്കിൽ കൊഴുവ ഇങ്ങനെയുള്ള മീനൊക്കെ ഈ രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കുക. കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഇനി മാരിനേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. വറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അത് നമുക്ക് വറക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ചെയ്യാം. അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ സമയം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതും കൂടി ചേർക്കണം. മുട്ട പതപ്പിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ വെറുതെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റും നല്ല ആ ഒരു ക്രിസ്പി ടെക്സ്ചറും ഒക്കെ കൂടുതൽ കിട്ടും. ഈ ഒരു റെസിപ്പി പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കേണ്ടതാണ്. ഇതിനി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സൗകര്യം പോലെ. മീൻ കഷ്ണങ്ങൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് ഒരുപാട് കൂടേണ്ട, ഒരു മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇതല്പം വലിയ മീനായതുകൊണ്ട് കുക്കായി കിട്ടാൻ സമയമെടുക്കും. പക്ഷേ ആ കോട്ടിങ് കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് തീ ഒട്ടും കൂട്ടണ്ട. പക്ഷെ വളരെ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കുകയും ചെയ്യും. അതും ശ്രദ്ധിക്കണം. എക്സസ് ഉള്ള മസാലയൊക്കെ ഞാനൊന്ന് അതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒന്ന് തിരിച്ചിടുന്നത്. തിരിച്ചിടാനൊക്കെ വളരെ എളുപ്പമാണ്. പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട. അതിന് പുറത്ത് നല്ലൊരു കോട്ടിംഗ് ഉണ്ടല്ലോ. ഇനിയും ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നൊന്ന് കുക്കാവട്ടെ. ഒരല്പം കറിവേപ്പില കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴല്ലേ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ആ ഒരു നല്ല മണമൊക്കെ വരും. എടുക്കാൻ നേരത്തെ ചൂട് നല്ലപോലെ കൂട്ടി വെച്ച ശേഷം വേണം എടുക്കാൻ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല. എങ്കിലും നമ്മളിതുപോലെ കോൺഫ്ലവർ ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഈസി ആൻഡ് ക്രിസ്പി ഫിഷ് ഫ്രൈ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കാൻ ചോറ് വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇതിന് നമുക്കൊരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയാൽ മതി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചള്ളാസ്. അല്പം സവാളയും പച്ചമുളകും വിനാഗിരിയും ഉപ്പും ഒരു അല്പം വെളിച്ചെണ്ണയും ഒരു നുള്ളു പഞ്ചസാരയും എല്ലാം കൂടെ നല്ലപോലെ തിരുമിയെടുക്കുക. അതുകൂട്ടി ഈ ഫിഷ് ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.